ഔവർ ആർ അച്യുതൻ നായർ സാറിന് ഈ മാസം 102 വയസ്സ് പൂർത്തിയാകുകയാണ്. സാറിൻ്റെ ജനനം മുതൽ എല്ലാ കാര്യങ്ങളും സംക്ഷിപ്തമായി ശ്രീ ദേശികം രഘുനാഥ് സാറിന് പറയാൻ സാധിക്കും. സാർ ഒന്ന് വിശദീകരിച്ചാൽ. ആദ്യമേ ഞാനൊരു കവിതയുടെ 2 വരി ചൊല്ലട്ടെ. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. അതായത് ഞാൻ എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇന്ന് ഈ സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ ഒരു അവസരം വരെ എത്തിച്ചേർന്നതിൻ്റെ പിന്നിലും മുന്നിലും എന്നും പ്രേരണയും പ്രചോദനവും ബലവും ആയി എനിക്ക് നിന്നിട്ടുള്ളത് ശ്രീ ഔവർ ആർ അച്യുതൻ നായർ സാർ, എൻ്റെ അമ്മയുടെ സഹോദരനായ അച്യുതൻ നായർ സാർ. അപ്പോൾ ആ നിലയ്ക്ക് അച്യുതൻ നായർ സാർ എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് ആരാധ്യമായ എല്ലാ പദങ്ങളും അതിനകത്തേക്ക് പറയേണ്ടി വരും. ഗുരുവായിട്ടും കാണപ്പെട്ട ദൈവമായിട്ടും കാളിദാസൻ ഉപയോഗിച്ചതുപോലെ ജഗതപിതരവും, എൻ്റെ ഈ ജഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആ പിതരവും അച്ഛനമ്മമാർ ഒരുമിച്ചാണെങ്കിൽ അത് ഏത്, ഇതെല്ലാം ചേർന്ന ഒരു നാമമാണ് ഔവർ ശ്രീ അച്യുതൻ നായർ സാർ. 1923 1999 ചിങ്ങമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ്. അതായത് 1923 വരുന്ന ചിങ്ങമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ ഒരു വെള്ളിയാഴ്ചയും ഏകാദശിയും ചേർന്ന ദിവസമാണ് ആര് ജനിക്കുന്നത്? ആർ അച്യുതൻ നായർ സാറ് ജനിക്കുന്നത്. 2023 ചിങ്ങത്തിലെ പൂയത്തിന് അദ്ദേഹത്തിന് 100 വയസ്സ് പൂർത്തിയായി. 2025 അതായത് ഈ വർഷത്തെ ഓഗസ്റ്റ് 21 തീയതി ചിങ്ങം 5-ന് ഔവർ ആർ അച്യുതൻ നായർ സാറിന് 102 വയസ്സ് പൂർത്തിയാവുകയാണ്. അന്ന് മുതൽ പിന്നെ 103-ാമത്തെ വയസ്സാണ്. നമ്മൾ ദീർഘായുസ് എന്നൊക്കെ ആലങ്കാരികമായി പറയുമ്പോൾ അർത്ഥത്തിലും അക്ഷരത്തിലും അനുഭവത്തിലും ചിരഞ്ജീവിയായി വളരെ കാലം ജീവിച്ച ദീർഘായുഷ്മാനായ ആ നിലയ്ക്ക് നോക്കുമ്പോൾ മറ്റെന്തിനേക്കാളും ഈശ്വര കടാക്ഷമുള്ള ആയുസ്സിൻ്റെ കാര്യത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരിൽ ഒരു വ്യക്തിക്ക് മാത്രം കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഈ 103-ാം വയസ്സ്. എൻ്റെ ഉള്ളിലെ വികാരം വച്ചിട്ട് ഞാനിപ്പോഴും അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്നത്, അതിലെ പ്രായോഗിക വശം ഒരു പക്ഷേ എത്രത്തോളം എന്ന് എനിക്കും ചിന്തിക്കാൻ പറ്റില്ല. ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് ദീർഘകാലം അല്ല, അനന്തമായി തന്നെ ഈ അച്യുതൻ നായർ സാറിന് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് ആ വൈകാരികമായ ബന്ധമാണ്. ബാല്യകാലം വെളിയന്നൂർ കഴിച്ചു കൂട്ടിയതായ അച്യുതൻ നായരെ അച്ഛനും അമ്മയും കൂടി
സഹകരിച്ച് അന്നത്തെ അപ്പൂപ്പൻ അമ്മൂമ്മമാർ, അന്നത്തെ ബന്ധുക്കൾ അവിടെ ശിവഗിരി സ്കൂളിൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എവിടെ? വർക്കല ശിവഗിരിയിലായിരുന്നു. അത് കഴിഞ്ഞ് കൗമാരത്തോടുകൂടി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ആദ്യത്തെ ഇലക്ഷൻ വന്നു. ഇടവേളാകത്ത് ചെല്ലപ്പൻ പിള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും മറുവശത്ത് ഏറെക്കുറെ ഒരുപക്ഷെ സ്ഥാനാർത്ഥി ഇല്ലാത്ത സ്ഥിതിയും വന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ചെറുപ്പക്കാരനെ CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ നോവലിലെ ഭാഷ എടുത്തു പറഞ്ഞാൽ നവയൗവനവും വന്ന് നാൾതോറും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ കൗമാരം വിട്ട് യൗവനത്തിലേക്ക് കാലു വച്ചതേ വച്ചു നായർ സാർ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ വെളിയന്നൂർ ചാങ്ങ വാർഡിന്റെ പ്രതിനിധിയായിട്ട്, കമ്മ്യൂണിസ്റ്റ് പ്രതിനിധിയായിട്ട്, സ്ഥാനാർത്ഥിയായിട്ട് ആര് നിർത്തി? അച്യുതൻ നായർ സാറിനെ നിർത്തി. ഇലക്ഷൻ ഡേറ്റായി. ഇലക്ഷൻ്റെ അന്ന് വോട്ട് ചെയ്യാൻ വന്നവരെല്ലാം, ചെല്ലപ്പൻ പിള്ള വോട്ട് ചെയ്യാൻ വരുന്നവർക്കെല്ലാം കഴിച്ചിട്ട് പോകാനായി ഒന്നാം തരം സദ്യ ഒരുക്കി. വോട്ട് ചെയ്യാൻ ചെന്നവരിൽ ഭൂരിപക്ഷവും ചെല്ലപ്പൻ പിള്ളയുടെ സദ്യ ഉണ്ട്. തിരിച്ചു വന്ന് വോട്ട് ചെയ്തു. അപ്പൊ എല്ലാവരും കരുതി ചെല്ലപ്പൻ പിള്ള മിക്കവാറും 99% വോട്ടും പിടിക്കുക. അത് കഴിഞ്ഞ് ആ വോട്ടെണ്ണിയപ്പോൾ നേരെ കാര്യം തിരിച്ചായി. ഈ ഭൂരിപക്ഷ വോട്ടുകളും ഈ പയ്യനായ അച്യുതൻ നായർ സാറിന് കിട്ടി, ചെല്ലപ്പൻ പിള്ള തോന്നി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ കമ്മ്യൂണിസ്റ്റ് മെമ്പറും കൂടിയായിരുന്നു ആര്? പഞ്ചായത്ത് മെമ്പർ. നെടുമങ്ങാട് താലൂക്ക്, ഏറെക്കുറെ തിരുവനന്തപുരം ഉൾപ്പെടുന്ന ഈ വിശാലമായ പ്രദേശത്ത് ഈ പുരോഗമന ആശയം പടുത്തുയർത്തുന്നതിൽ KV സുരേന്ദ്രനാഥ്, NN ഭണ്ഡാരത്തിൽ, അച്യുതൻ നായർ സാറ് തുടങ്ങി ഉള്ളവരുടെ സേവനം ഒട്ടും മോശമല്ല. എന്തിനേറെ ഈ ഒരു മാസം മുമ്പ് മരിച്ചുപോയ VS അച്യുതാനന്ദനും ഈ അച്യുതൻ നായർ സാറും ആത്മമിത്രങ്ങളായിരുന്നു. വേറെ ഒരു സാദൃശ്യം അവര് തമ്മിലുണ്ട്. രണ്ടുപേരുടെയും പേര് അച്ചുവിൽ തുടങ്ങുകയാണ്. അച്യുതാനന്ദൻ, അച്യുതൻ നായർ. AK ഗോപാലൻ. അങ്ങോട്ട് ഞാൻ വരുന്നുണ്ട്. അച്യുതാനന്ദനും അച്യുതൻ നായർ സാറും പലപ്പോഴും പാലക്കാട് സമ്മേളനം വരെ ഇവർ ഏറെക്കുറെ ഒരുമിച്ചാണ് പോകുമായിരുന്നത്. പ്രായത്തിലും വെറും 3 മാസത്തെ വ്യത്യാസമേ അച്യുതാനന്ദനും അച്യുതൻ നായർ സാറുമായിട്ടുള്ള. അതിൽ അച്യുതാനന്ദൻ ദിവംഗതനായി. എത്രയോ സന്ദർഭത്തിൽ ജീവാപായം അച്യുതൻ സാറിന് ഉണ്ടാകാൻ സന്ദർഭം വന്നിട്ടുണ്ട്. കാരണം 103 വർഷത്തിനു മുമ്പ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ കേരളം ജന്മിത്വത്തിന്റെ ഒരു അധീനതയിലാണ്. അപ്പൊ കമ്മ്യൂണിസം വരുന്നതും പുരോഗമന ആശയങ്ങൾ വരുന്നതുമല്ല ഞങ്ങളെപ്പോലുള്ളവരുടെ നല്ല ജീവിതം ഇല്ലാതാക്കാനാണെന്നാണ് ജന്മിമാർ അന്ന് തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് ഇതിന്റെ ജഹുകളായി മുമ്പിൽ നിന്നവരെ ഇല്ലാതാക്കിയാൽ ഇതിന്റെ പ്രചാരണം കുറയ്ക്കാമെന്ന്
ഒരിടത്തല്ല, എല്ലായിടത്തും ജന്മിമാർ എന്ത് ചെയ്തു? വ്യാമോഹിച്ചു. ആ നിലയ്ക്ക് വെള്ളനാട്ട് വച്ച്, ആ നാട്ട് വച്ച്, നെടുമങ്ങാട്ട് വച്ചു പോലും മറുവിഭാഗക്കാരുടെ വധശ്രമം അച്യുതൻ നായർ സാറ് പല പ്രാവശ്യവും ഏതിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ നേരിടേണ്ടി വന്ന്. പക്ഷെ അതെല്ലാം എങ്ങനെയോ സഫലമാകാതെ പോയി. ഈ അച്യുതൻ നായർ സാറിന്റെ ഒരു സതീർത്ഥ്യനുണ്ടായിരുന്നു. ആര്യനാട് ജനിച്ചു വളർന്ന അദ്ദേഹവും അറിയപ്പെടുന്നത് അവർ കോളേജ് ബാലകൃഷ്ണൻ നായരെന്നാണ്. അന്ന് അവർ കോളേജ് ബാലകൃഷ്ണൻ നായർ നടന്നൂടെ, ഇവർ ഒരുമിച്ച് പഠിച്ചവർ. ഇവർ രണ്ടുപേരും കൂടി 1952 നെടുമങ്ങാട്ടുനിന്ന് ആര്യനാട്ടേക്ക് ഒരു 5 കിലോമീറ്റർ പോകുമ്പോൾ ഉഴമലയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഉഴമലയ്ക്കലാണ് ആദ്യമായി അവർ കോളേജ് തുടങ്ങുന്നത്. ഇവരൊരു പാരലൽ വിദ്യാഭ്യാസം, ട്യൂഷൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സഹായി എന്നുള്ള നിലയ്ക്കാണ് സ്ഥാപനം ആരംഭിച്ചത്. പേരിട്ടില്ല. അന്ന് ആദ്യമായി അവിടെ പഠിക്കാൻ വന്ന, ഈ ട്യൂഷൻ സെന്ററിൽ പഠിക്കാൻ വന്ന കുട്ടികളോട് അച്യുതൻ നായർ സാറും ബാലകൃഷ്ണൻ സാറും ചോദിച്ചു, നമുക്ക് ഇതിനൊരു പേരിടണം, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ കുഞ്ഞുങ്ങളാണ് പറഞ്ഞത് ഔവറെന്ന്. അപ്പൊ അവർ കോളേജിന് ആദ്യം പേരിട്ടതാരാണ്? കുട്ടികളാണ്, അവിടെ പഠിച്ച കുട്ടികളാണ്. പിന്നീട് ആ സ്ഥാപനം നെടുമങ്ങാട്ടേക്ക് മാറി ക്രമേണ ഔവർ കോളേജ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. അവിടുന്ന് എറണാകുളത്ത് ആരംഭിച്ചു. അവിടുന്ന് കോഴിക്കോട്ട് തുടങ്ങി. അവിടുന്ന് കോട്ടയത്ത് തുടങ്ങി. ഏകദേശം 1990 അച്യുതൻ നായർ സാറ് വാർദ്ധക്യത്തിലെത്തി. ബാലകൃഷ്ണ സാറും ഏകദേശം അതിനോടടുത്തെത്തി. സമപ്രായക്കാരാണല്ലോ. അടുത്ത തലമുറയും മറ്റും ആയിക്കഴിഞ്ഞപ്പോൾ ഇതിന് നാളൊരു കാലത്തൊരു അഭിപ്രായ വ്യത്യാസം വരാതിരിക്കണമെന്ന രീതിയിൽ, ആരോഗ്യകരമായ രീതിയിൽ ഈ സ്ഥാപനങ്ങളെ എന്ത് ചെയ്തു? സ്വാഭാവികമായി എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ അതിൻ്റെ നിർവഹണത്തിൽ ഒരു വേർതിരിവുണ്ടാക്കി. ഇന്നും അതിൻ്റെ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നടത്തിപ്പോന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, യാഥാർത്ഥ്യത്തിലേക്ക് കടന്നാൽ ഒരു നല്ല ചക്ക എടുത്ത് രണ്ടായിട്ടൊന്ന് കീറുമ്പോ അതിനൊന്നും സംഭവിച്ചില്ലെങ്കിലും പിന്നെ ചക്ക ഇവിടെ ഇല്ലാതെ ആയി പോയെന്ന് പറഞ്ഞതുപോലെ ആ ഔവറിന്റെ പ്രതാപം ആ 1990 ഇങ്ങനെ രണ്ടായി മാറിയപ്പോ അങ്ങ് പോയി. ഇപ്പോഴും രണ്ട് വിഭാഗത്തിലും അവരവരാലാകുന്ന തരത്തിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഈ ഔവർ കോളേജിൽ അച്യുതൻ നായർ സാറ് നേരിട്ട് പഠിപ്പിച്ചും അവിടെ പഠിച്ചും ലക്ഷോപലക്ഷം, നിങ്ങൾ ആലോചിച്ച് നോക്കണം, 52 തുടങ്ങിയ സ്ഥാപനമാണ്. 1995 വരെ സമുദ്രത്തിൽ ഒരു മടവ വെട്ടിയാൽ വെള്ളം എങ്ങനെ പായുമോ അതുപോലെയായിരുന്നു ഓരോ ഔവർ കോളേജിൽ നിന്നും പഠിത്തം കഴിഞ്ഞ് പിള്ളേരിറങ്ങി പോകുന്നതും. എല്ലാ ആ സ്ഥാപനം ഉള്ളതിൻ്റെ പരിസരത്തുള്ള എല്ലാ സ്കൂളിലെയും എല്ലാ കോളേജിലെയും കുട്ടികൾ ട്യൂഷനായിട്ട് വന്നുകൊണ്ടിരുന്നതും എൻജിനീയറിങ്, മെഡിസിൻ തുടങ്ങിയുള്ളതിനെ പഠിച്ചുകൊണ്ടിരുന്നതും എല്ലാം ഊരിലാണ്. ലക്ഷക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചു.
10,000-കണക്കിന് അധ്യാപകർ വന്ന് പഠിപ്പിച്ചും പോയും ഇവരെല്ലാം പിന്നീട് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ചെന്ന് മിടുക്കരായി മാറി. ഇവർക്കെല്ലാം അച്യുതൻ സാറിനെ അറിയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഗുരു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കൂടെ ചേർത്താൽ നമ്മൾ ഗ്രേറ്റ് എന്നോ അതിനും അപ്പുറത്തോ ഹോണറബിൾ എന്നോ ഒക്കെ ചേർക്കുന്നത് പോലെ അച്യുതൻ സാറിന് ഗുരു എന്ന് പറയേണ്ടി വരും. ഗുരുക്കന്മാരുടെയും സാധാരണ ഒരു അധ്യാപകനല്ല. അച്യുതൻ സാറിന്റെ മറ്റൊരു പ്രവർത്തന മണ്ഡലം ഗ്രന്ഥശാല പ്രസ്ഥാനമായിരുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ വലങ്കൈ PN പണിക്കർ സാറായിരുന്നെങ്കിൽ മറു കൈയായി തോളോട് തോള് ചേർന്ന് കേരള ഗ്രന്ഥശാല സംഘത്തിനെ ഇന്ന് കേരളം ആസകലം പടർന്നു കിടക്കുന്ന വായനശാലകളും ഗ്രന്ഥശാലകളും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെയുള്ള ഇപ്രകാരം രൂപീകരിക്കണമെന്ന് മലയാളിയുടെ മനസ്സിൽ ഒരു ആവശ്യകതാബോധവും ഒരു ബോധ്യപ്പെടുത്തലും ബോധവും ഒക്കെ ഉണ്ടാക്കിയത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനമാണ്. കളിയിക്കാവിള മുതൽ കാസർഗോഡ് വരെ 1970-കളിൽ വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ അച്യുതൻ നായർ സാർ കൺവീനറായിക്കൊണ്ട് നടത്തിയ ആ യാത്ര, ആ പ്രചാരണ യാത്ര, വായിച്ചു പ്രബുദ്ധരാകുക എന്ന പ്രചാരണ യാത്ര ആണ് വാസ്തവത്തിൽ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് എത്തിച്ചത്. ആ പ്രചാരണ യാത്ര, ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആ പ്രചാരണ യാത്ര കേരളത്തിലെ മാനവികതയിൽ ഒരു പൊതു ബോധമുണ്ടാക്കി. ഇനി അക്ഷരമറിയാത്ത ആരും കേരളത്തിൽ ഉണ്ടായിക്കൂടാ. എല്ലാവരെയും അക്ഷരമറിയുന്നവരാക്കാൻ എന്തു മാർഗം? അങ്ങനെയാണ് തുടർന്നു വന്ന സർക്കാരുകൾ ഇവിടെ സാക്ഷരതാ യജ്ഞം പ്രവർത്തനം ആരംഭിക്കുകയും അതിൻ്റെ ചുക്കാൻ ഗ്രന്ഥശാല സംഘം തന്നെ ഏറ്റെടുക്കുകയും ഗ്രന്ഥശാല സംഘം ആദ്യം അതിൻ്റെ 60 കേന്ദ്രങ്ങൾ കേരളത്തിൽ തുടങ്ങുകയും അതിലെ ആദ്യത്തെ 60 കേന്ദ്രത്തിൽ 3 ഇൻസ്ട്രക്ടറാകാൻ, അതായത് ഈ വയോജനങ്ങളെ പഠിപ്പിക്കുന്ന സാറാകാൻ എൻ്റെ കൗമാരത്തിൽ ഞാനൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു 23 സെൻറ്റർ അന്ന് മിത്രനികേതൻ ഏറ്റെടുത്തിരുന്നു വിശ്വനാഥ സാറിൻ്റെ. ആ മിത്രനികേതനിലെ ഈ സെൻറ്ററുകളിൽ 3 ആള് ഞാനായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം കേരളമെന്ന് പറയുമ്പോൾ ഓർമ്മിക്കാത്തത് കൊണ്ടോ ഓർമ്മിച്ചെങ്കിലും മറന്നെന്ന് അഭിനയിക്കുന്നത് കൊണ്ടോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനൊരു മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് അച്യുതൻ നായർ. അച്യുതൻ നായർ സാറിന്റെ മറ്റൊരു മേഖലയിലെ പ്രവർത്തനം ഞാൻ സൂചിപ്പിക്കാം. വെള്ളനാട് പഞ്ചായത്തിലെ വെളിയന്നൂർ, ചാങ്ങ, ഉഴമലക്കൽ എന്ന് പറയുന്ന ഭാഗങ്ങളിൽ ഏറെക്കുറെ 1000-കണക്കിന് വസ്തുവക പൂർണ്ണമായും ഈ കുരിശി മഠത്തിൻ്റെ അധീനതയിലായിരുന്നു. ജന്മിക്കരവും കൊടുത്ത് തലമുറകളായി, നൂറ്റാണ്ടുകളായി ഈ മറ്റുള്ളവർ കൃഷി ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ അവകാശം അവർക്കില്ല. അച്യുതൻ നായർ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അശ്രാന്ത പരിശ്രമത്തിലാണ് ഈ കുരിശി മഠത്തിലെ ഈ വസ്തുവകകളെയെല്ലാം 50-50 50% കുരിശി മഠക്കാർക്കും
50% ജനങ്ങൾ 50%, അതായത് ഒരു പറ നിലം ഒരാളിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അരപ്പറ നിലം ആ കൃഷി തലമുറയായി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആ വ്യക്തിക്കും ബാക്കി അരപ്പറ ആർക്കും ജോലി ചെയ്യുന്ന ആ ഈ കുരിശി മടക്കാർക്കുമായിട്ട് ജന്മിയിൽ നിന്ന് പിയാനിലേക്ക് ഇവർക്ക് ഈ കൃഷി ചെയ്യുന്നവരിലേക്ക് കർഷകർക്കായിട്ട് അല്ലെങ്കിൽ കർഷക തൊഴിലാളികൾക്കായിട്ട് ഈ ഭൂമി കൊടുപ്പിച്ചത് ആരാണ്? അച്യുതൻ നായർ സാർ. അച്യുതൻ നായർ സാറ് ഈ അവർ കോളേജിന്റെയും ഗ്രന്ഥശാല സംഘത്തിന്റെയും പ്രവർത്തനത്തിന്റെ തിരക്കിൽപ്പെട്ടിരിക്കുമ്പോഴും അദ്ദേഹം കുരിശി മഠത്തിൽ വന്നിരുന്ന് അന്നത്തെ തിരുമേനിയും അവിടെ തുടർന്ന് കാര്യനിർവഹണം നടത്തുന്ന തിരുമേനിക്ക് ഒപ്പം ഇരുന്ന് വക്കീലന്മാരും മറ്റു ഉദ്യോഗസ്ഥരുമായി ആഴ്ചകളോളം മാസങ്ങളോളം ഉഭയകക്ഷി ചർച്ച നടത്തിയാണ് രണ്ടും രണ്ട് പാത്രമാക്കിയത്. എനിക്ക് വളരെ ധൈര്യപൂർവം അല്ലെങ്കിൽ ചങ്കുറപ്പോടെ ഇപ്പോഴും പറയാം, വെളിയന്നൂരിൽ ഇങ്ങനെ അച്യുതൻ നായർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും ആ വെളിയന്നൂരിലെ സ്വത്തുവക മുഴുവൻ മറ്റൊരു സമരത്തിലൂടെ, കോലാഹലത്തിലൂടെ, ഏറ്റുമുട്ടലിലൂടെ പല പ്രസ്ഥാനം വരെ ഒരു പക്ഷേ ഇതിലൊക്കെ കുറച്ച് മറ്റുള്ളവർക്ക് കിട്ടുമായിരിക്കും, കാലം മാറും. പക്ഷേ ഈ രീതിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അഹിംസയിലൂടെ, ശാന്തിയിലൂടെയാണ്, സമാധാനത്തിലൂടെ എന്ന് പറഞ്ഞോലെ വെളിയന്നൂർ ആ പ്രദേശത്ത് ഒരു അക്രമമോ പോരാട്ടമോ ഒരു ബഹളമോ ഇല്ലാതെ ഈ ഭൂസ്വത്ത് മുഴുവനും വെളിയന്നൂരുള്ള കർഷകർക്ക് കിട്ടാൻ കാരണം ആരായിരുന്നു? അച്യുതൻ നായർ സാർ. നമ്മൾ ചിലതിന് ഉപമ ഇല്ല എന്ന് നമ്മൾ പറയുമല്ലോ. അച്യുതൻ നായർ സാറിന്റെ ജീവിതത്തിന് തുല്യമായി ഒരു സാധാരണക്കാരൻ ഒരു എളിയ കുടുംബത്തിൽ നിന്ന് ജനിച്ചു, പരിമിതികൾ ഏറ്റവും അധികം ഉണ്ടായിരുന്ന ഒരു സ്ഥലം, ഒരു കുടുംബം, അവിടുന്ന് തൻ്റെ ജീവിതത്തെ എത്രയധികം വ്യാപിപ്പിച്ച് വ്യാപനം നടത്തി ബൃഹത്തും മഹത്വമാക്കി തൻ്റെ ജീവിതം കൊണ്ടുപോയെന്ന് പറയുമ്പോൾ വിത്തിലുള്ളതല്ലേ മരമായാലും അതിനകത്തുണ്ടാകൂ, വിത്തിലില്ലാത്തത് മരമാകാൻ പറ്റൂലല്ലോ. അപ്പോൾ അച്യുതൻ നായർ സാറിൻ്റെ ജീവൻ്റെ ആ ജീവൻ എന്ന് പറയുന്ന വിത്ത് ഒരു സാധാരണ ജീവവിത്ത് അല്ലെന്നും അതിനകത്തെന്തോ മഹത്വത്തിൻ്റെ ഒരു വലിയ ജീവാംശമുണ്ടെന്നും അങ്ങനെ മഹത്തായ ഒരു ജീവാംശം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജീവിതവും അദ്ദേഹം സ്വന്തം മുദ്ര തൊട്ടടുത്തെല്ലാം സ്വന്തം മുദ്ര എല്ലായിടത്തും പതിപ്പിച്ചു. ഉണരുന്നതിന് നിഷ്ഠ, ഉറങ്ങുന്നതിന് നിഷ്ഠ, അധ്വാനത്തിന് നിഷ്ഠ, ആഹാരത്തിന് നിഷ്ഠ, മറ്റുള്ളവരോട് ഇടപെടുന്നതിൽ നിഷ്ഠ, അതായത് തികഞ്ഞ അച്ചടക്കം. അതെ, കൃത്യമായ അച്ചടക്കത്തോടു കൂടി എന്ത് ചെയ്തു? ജീവിച്ചു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ മനസ്സിലും ആ ജീവനിലും ആ ശരീരത്തിലും ഒരുപക്ഷെ അച്യുതൻ നായർ സാറിന് പോലും അറിഞ്ഞുകൂടായിരിക്കും ഈശ്വരൻ അർപ്പിച്ച ആ കൃത്യതയുടെ, അച്ചടക്കത്തിന്റെ, ആത്മബലത്തിന്റെ ഒരു ശക്തി തന്നെയായിരിക്കും അച്യുതൻ നായർ സാറിനെ ഈ 102 വയസ്സുവരെ കർമ്മരംഗത്ത് തളർത്താതെ മുന്നോട്ട് നയിച്ചതും ഇത്രയും കാലം ആ ശരീരം വിട്ട് ഉടല് പോകാതെ ഇന്നും വളരെ സന്തോഷവാനായി നിലനിർത്തിയിരിക്കുന്നതും. ഇതുപോലുള്ള യുഗപുരുഷന്മാർ ഇനിയും ഈ മണ്ണിൽ ജനിക്കട്ടെ. അവർ ജനിക്കുന്നതോടുകൂടി 1000 അശാന്തിയോടെ ജീവിക്കുന്ന മനുഷ്യർക്ക് വളരെ ശാന്തിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. ഇന്ന് ലോകം ആഗ്രഹിക്കുന്നതും ശാന്തിയാണ്.
ആ ശാന്തി നൽകാൻ താൻ ജനിച്ചതു മുതൽ ഈ ജീവൻ വിടുന്നത് വരെ താനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ശാന്തി കൊടുക്കുക. ഇതിനപ്പുറത്ത് ഇനി ആയിരക്കണക്കിന് കാര്യമുണ്ട്. പക്ഷെ ഈ വെള്ളയമ്പലത്തിരുന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇത്രയും തിരക്ക് പിടിച്ച അച്യുതൻ നായർ സാറ് ഈ വെള്ളയമ്പലത്ത് അദ്ദേഹം താമസമായതുപോലെ മുതൽ കവിതാ സദസ് എന്ന് പറഞ്ഞ ഒരു സംഘടന നടത്തിയിരുന്നു. ഈ പ്രദേശത്തുള്ള തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ പലയിടത്തുമുള്ള കവിതകൾ എഴുതുന്നവർ എല്ലാ മാസവും ഒരു ഞായറാഴ്ചയോ ശനിയാഴ്ചയോ അവധി ദിവസമോ ഇവിടെ കൂടുകയും വിദ്യാധിരാജ സ്കൂളിലോ ഇതുപോലുള്ള പല ഹാളുകളിലും കൂടുകയും ആദികാവ്യമായ രാമായണം മുതൽ അത്യാധുനികമായ കവിത വരെ മാസം തോറും ചർച്ച ചെയ്തിരുന്നതുമായ അച്യുതൻ നായർ സാറ് അധ്യക്ഷനായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കവിതാ സദസ്സ് വെള്ളയമ്പലത്തിൽ ഏകദേശം 4 ദശാബ്ദം ഉണ്ടായിരുന്നു. പക്ഷെ ഇതാർക്കും അറിഞ്ഞുകൂടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരു അവധി ദിവസം ആ കവിതാ സദസ്സിലെ ആൾക്കാരെല്ലാം അവരെല്ലാം പണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയിൽ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ എന്ന പ്രയോഗം പറഞ്ഞാൽ അവരെല്ലാം അപ്പൂപ്പന്മാരും അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും ആയിക്കഴിഞ്ഞു. അന്നത്തെ ചെറുപ്പക്കാര് എല്ലാവരും ഇവിടെ വന്നു. ആ കവിതാ സദസ്സിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരുമായി അച്യുതൻ നായർ സാർ സംസാരിച്ചു. അവരെല്ലാം അച്യുതൻ നായർ സാറിന് പൊന്നാട ചാർത്തി. അവരെല്ലാം അച്യുതൻ നായർ സാറ് ആലിംഗനം ചെയ്തു, സംസാരിച്ചു. അന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് സദ്യയും ഉണ്ടാണ് അവർ പോയത്. ഇവരെല്ലാം അവർക്ക് സദ്യയും കൊടുത്തു. ഒപ്പം ഒരു കാര്യം കൂടെയുണ്ട്. ഞാൻ പോയാലും എൻ്റെ കർമ്മരംഗം എന്നും ആൾക്കാർ ഓർമ്മിക്കണം എന്ന രീതിയിൽ അച്യുതൻ നായർ സാർ ഒരു മഹത്തായ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചു വളർന്ന വെളിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം തന്നെ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അവിടെ ഒരു സാംസ്കാരിക നിലയം പണിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏകദേശം 10,000 പുസ്തകം ഉണ്ടായിരുന്നതെല്ലാം അവിടുത്തെ ലൈബ്രറിക്ക് കൊടുത്തു. അവിടെ വർഷം തോറും എത്രയോ സാംസ്കാരിക പ്രവർത്തനം നടക്കുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തനം മാത്രമല്ല, കാരുണ്യ പ്രവർത്തനവും നടത്തുന്നുണ്ട്. അങ്ങനെയും കൂടി ഒരു മഹത്തായ കാര്യം ആര് ചെയ്തിട്ടുണ്ട്? അച്യുതൻ നായർ സാറ് ചെയ്തിട്ടുണ്ട്. ആയുസ്സിന്റെ കണക്ക് ആർക്കും പറയാനൊക്കില്ല. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്നാണ് പൊതുവിൽ വിവേകമുള്ളവരെല്ലാം മരണത്തെക്കുറിച്ച് പറയും. മരണം എപ്പോഴും ഏറ്റവും അസൗകര്യമുള്ള സമയത്ത് മാത്രമേ വരൂ. അത് ഈ സെക്കൻഡിൽ വരുമോ അടുത്ത സെക്കൻഡിൽ വരുമോ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് അതിന് രംഗബോധമില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ രംഗബോധമില്ലാത്ത കോമാളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അച്യുതൻ നായർ സാറിൻ്റെ കൗമാരത്തിലും യൗവനത്തിലും തന്നെ വരുമായിരുന്നു. അത്രയും അപകടകരമായ യാത്രയാണ് അദ്ദേഹം പൊതുരംഗത്ത് നടത്തിയത്. അതെല്ലാം താണ്ടി ഈ 103-ാം വയസ്സിൽ എത്തി നിൽക്കുന്നു. ഇനി അദ്ദേഹത്തിന് ആർക്ക് തന്നെ ആയാലും ഒരു മടക്കയാത്രയുണ്ട്. ആ മടക്കയാത്ര വരെയും ആ മടക്കയാത്രയ്ക്ക് ശേഷവും അദ്ദേഹം ശാന്തിയായി ജീവയാത്ര ഇരിക്കുമ്പോഴും തുടർന്ന് ആ ജീവൻ പരമാത്മാവിലേക്ക് ഗമിക്കുമ്പോഴും പരമാത്മാവിൽ ചെന്ന് വിലയം പ്രാപിക്കുമ്പോഴും ആ ശാന്തി അദ്ദേഹത്തിനുണ്ടാകട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോടും ലോകരോടും പ്രാർത്ഥിക്കുക.